ഞാനൊന്നുമല്ല എൻ തമ്പുരാനേ, നീ കൂടെ നിന്നാൽ എനിക്കെല്ലാമായി. ഇന്ന് സ്നാപയോഹന്നാനെ കാണാനായിട്ട് കുറച്ച് വിസിറ്റേഴ്സ് വന്നത് ദൂരെ നിന്നാണ്, ജെറുസലേമിൽ നിന്ന് വന്നത്. ഒരൊറ്റ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, നീ ആരാണ്? വന്നത് പുരോഹിതന്മാരും ലേവ്യരുമാണ്. അതായത് പള്ളിയോട് ചേർന്ന് നിൽക്കുന്നവർ, നിയമം നന്നായിട്ട് അറിയാവുന്നവരൊക്കെയാണ്. ഇവർ വന്ന് ചോദിച്ച ചോദ്യം നീ ആരാണ് എന്നൊരു ചോദ്യത്തിന് കൃത്യമായിട്ട് സ്നാപയോഹന്നാൻ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഒരു സമൂഹത്തിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരാണ്. നീ ആരാണെന്ന് പുരോഹിതരും ലേവ്യരും ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം അയാൾ ആരാണ് എന്നുള്ളതല്ല പറഞ്ഞത്, ആരല്ല എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങിയത്. ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ച് കളയരുത്. എൻ്റെ സംസാരമോ എൻ്റെ രീതിയോ കണ്ടിട്ട് നിങ്ങൾ ക്രിസ്തു വേണം തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, പിന്നെ നീ ആരാ? ഞാൻ ഏലിയോ അല്ല. ഇപ്പം ഏലിയോ അല്ലെങ്കിൽ ആരാണ്? പ്രവാചകന്മാരിൽ ഒരുവരാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ അതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം പിന്നീട് അദ്ദേഹം ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദൈവവുമായൊരു കണക്ഷനിലാണ്. ഞാൻ ഒരു ശബ്ദമാണ്, വഴിയൊരുക്കാൻ വന്നവനാണ്. ഇങ്ങനെ താൻ സ്നാപയോഹന്നാനാണെന്നോ തൻ്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞ് അവരുടെ മകനാണെന്നോ എന്നൊന്നും അല്ല പറഞ്ഞത്. ദൈവവുമായിട്ട് റിലേഷൻഷിപ്പിൽ ഞാൻ ആരാണ്, അതാണ് സ്നാപയോഹന്നാൻ്റെ ഉത്തരം. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മ വേണം, ഈ ഒരു പുതിയൊരു വർഷത്തിൽ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഒത്തിരി റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു പുതിയ റെസൊല്യൂഷനോടുകൂടി ഈ ഒരു വർഷത്തിൽ നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു ചിന്ത ഇതാണ്, നമ്മൾ എന്താണെന്നും എന്തല്ല എന്നും നമുക്കൊരു ഓർമ്മ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ പരിമിതികളെക്കുറിച്ച് അറിയാൻ പറ്റും, നമ്മുടെ സാധ്യതകളെക്കുറിച്ച് അറിയാൻ പറ്റും. അതാണ് സ്നാപയോഹന്നാൻ സംഭവിച്ചത്. അയാൾക്കറിയാം, അയാളുടെ ലിമിറ്റേഷൻസ് അറിയാം, അയാളുടെ പോസിബിലിറ്റീസ് അറിയാം, അയാൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് അയാളുടെ ഉത്തരങ്ങളൊക്കെ അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ചെയ്തിട്ട് ആ ജോലി പൂർത്തിയാക്കി അയാൾ മടങ്ങി. ഇതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ, അത് ദൈവവുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളാണ്. അതിൽ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ ആരാണ്, നമ്മൾ ആരല്ല. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫാമിലിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്, ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്, ഒരു സമർപ്പിത ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്. ഇങ്ങനെ ആരാണെന്നൊരു ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ഉത്തരം ഉണ്ടാകണം, ആരല്ല എന്നും ആരാണെന്നും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ
ഞാൻ